തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ വിടവാങ്ങി. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ ഹൃദയ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു 73-കാരനായ അദ്ദേഹം. ഇന്ന് രാവിലെയാണ് സാക്കിർ ഹുസൈന്റെ മരണം കുടുംബം സ്ഥിരീകരിച്ചത്. സാക്കിർ ഹുസൈൻ അന്തരിച്ചതായി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രാത്രി ട്വീറ്റ് ചെയ്തതോടെ രാജ്യമെങ്ങുമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ കുടുംബം ഇത് നിഷേധിച്ചു. അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചു. പിന്നീട് രാവിലെയോടെ കുടുംബാംഗങ്ങൾ മരണം സ്ഥിരീകരിച്ചു. മുംബൈയിൽ 1951-ലാണ് 12-ാം വയസ്സിലെ അദ്ദേഹം കച്ചേരികൾ ചെയ്യാൻ തുടങ്ങി. ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീത പാരമ്പര്യത്തിൽ ആഴത്തിലുള്ള ജ്ഞാനവും അപാരമായ സ്ഥിതിയും സക്കീർ ഹുസൈനെ സംഗീതജ്ഞനാക്കി മാറ്റി. ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി ലോകപ്രശസ്ത ബാൻഡുമായി അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മോഹൻലാൽ നായകനായ വാനപ്രസ്ഥം സിനിമയ്ക്ക് സംഗീതമൊരുക്കിയത് സാക്കിർ ഹുസൈനാണ്. നായകനായി അദ്ദേഹം 1998-ൽ നാസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 4 തവണയാണ് അദ്ദേഹം ഗ്രാമി പുരസ്കാരം കരസ്ഥമാക്കിയത്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പ്രശസ്ത കഥക് നർത്തകി ആന്റോണിയ മിനിക്കോളയാണ് ഭാര്യ. അനീസ ഖുറേഷിയും ഇസബെല്ല ഖുറേഷിയുമാണ് മക്കൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.